ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ഡെനോൻ്റെ ഒരു ബ്ലൂറേ പ്ലെയറാണ്. ഇത് ഡെനോൻ്റെ ഒരു ഹൈ എൻഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്ലൂറേ പ്ലെയറാണ്. ഇത് 2009 കാലഘട്ടങ്ങളിൽ റിലീസായ ഒരു പ്ലെയറാണിത്. ഇതിൽ 7.1 ചാനൽ അനലോഗ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ HDMI കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് കാര്യങ്ങളുള്ള ഓപ്ഷൻ എല്ലാം വരുന്ന ഒരു അടിപൊളി ഒരു ബ്ലൂറേ പ്ലെയറാണിത്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത് ബോഡി ഫുൾ മെറ്റലിലാണ് ഇതിൻ്റെ ബോഡി മേക്കിംഗ് വരുന്നത്. ഫുൾ മെറ്റലാണ്, ഇതും മെറ്റലാണ്. നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം അറൗണ്ട് 5 kg അടുത്ത് ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇതിങ്ങനെയാണ്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ, സ്റ്റാൻഡ് ബൈ പവർ ബട്ടൺ വരുന്നത്. ഓൾറെഡി ഞാനിത് പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് CD ട്രേ ആണ് വരുന്നത്. അതിൻ്റെ തൊട്ട് അടിയിലായിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്. ഇത് CD ട്രേ ഓപ്പണ്, പ്ലേ, പൗസ്, ഫോർവേഡ് കാര്യങ്ങളൊക്കെ. പിന്നെ HDMIൻ്റെ റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സെപ്പറേറ്റ് ബട്ടൺ ഇതിലെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലേ, പൗസ്, പിന്നെ ഫോർവേഡ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ബ്ലൂറേ ഡിസ്ക് പ്ലെയർ BDP 2010 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് 2009 കാലഘട്ടങ്ങളിൽ റിലീസായ ഒരു ബ്ലൂറേ പ്ലെയറാണ്. ഈ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ മെമ്മറി കാർഡ് സ്ലോട്ട്, നമ്മൾ ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് SD മെമ്മറി കാർഡുകൾ, ആ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു 8GB മെമ്മറി കാർഡ് അതിൻ്റെ ഇട്ടാണ്. ഈ മെമ്മറി കാർഡ് വെച്ചിട്ട് നമുക്ക് പെൻഡ്രൈവ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ സോങ്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ഓൺ എന്നിട്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും. P ഓൺ എന്ന് ഉദ്ദേശിക്കുന്നത് പവർ ഓൺ എന്നാണ്. ഇത് കുറച്ച് ടൈം എടുക്കും ഓണായി വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഡിസ്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ഡിസ്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നോക്കാം. ഞാനൊരു ഓഡിയോ CD ആണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഞാൻ ഒരു 16 പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചൊരു CD ആണ്, കോപ്പി ചെയ്ത് വെച്ചൊരു CD ആണ് ഇതിൻ്റെ അത് ഇടുന്നത്. CD ലോഡാകുന്നുണ്ട്. CD ലോഡായി, CD എന്നിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേ ബട്ടൺ അടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്ലേ ആവും. ഞാൻ ഓൾറെഡി ഇതൊരു TV ആയിട്ട് HDMI ത്രൂ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാം അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. അതിൽ ഓൾറെഡി ഞാൻ HDMI ത്രൂ ആണ് TV-യിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. HDMI ത്രൂ TV-യിൽ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈപ്പിലാണ് ഡിസ്പ്ലേ വരുന്നത്. നമുക്ക് ഫോൾഡർ വൈസ് പാട്ട്, സോങ്സ് സെലക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ പറ്റും. നമുക്ക് ഇതിൻ്റെ പുറകുവശം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പവർ സോക്കറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ സോക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പറും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെനോൺ DBP 2010. ഇത് 110 വോൾട്ട് മുതൽ 240 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. 15 to 60 Hz, 30 വാട്ട്സാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ടൊരു കൂളിംഗ് ഫാന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തായിട്ടൊരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റർനെറ്റ് പോർട്ട് ഇതിൻ്റെ പുറകിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ HDMI ഔട്ട്പുട്ട്. TV-യിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HDMI ത്രൂ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണിത്. അതിൻ്റെ ഔട്ട്പുട്ടാണ്. ഒരു കോആക്സിൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. പിന്നെ കമ്പോണൻറ്റ് വീഡിയോ ഔട്ട് 3 RC സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്.
നോർമൽ വീഡിയോ ഔട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു VGMI നമ്മൾ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്കും കാര്യങ്ങളിലേക്കും കൊടുക്കാൻ പറ്റി ഒരു VGA ഔട്ടും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. ഇതിൽ സെപ്പറേറ്റ് കൊഡാക്ക് പിക്ചർ CD കമ്പാറ്റബിൾ എന്നിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജാവയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ജാവയാണ് പവേർഡ് ബൈ ജാവയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത്. ഇതിൽ 7.1 ചാനൽ നമുക്ക് സെപ്പറേറ്റ് പ്രീ ഔട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ് വൂഫർ, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ്. അതുപോലെ തന്നെ സ്റ്റീരിയോക്കായിട്ട് സെപ്പറേറ്റ് പ്രത്യേക 2 ചാനൽ സ്റ്റീരിയോ ഔട്ട്പുട്ട് ഇതിന് വരുന്നുണ്ട്. സെപ്പറേറ്റ് 2 ചാനൽ സ്റ്റീരിയോ ഔട്ട്പുട്ട് ഇതിനുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് 2 ചാനൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നല്ല ഹാർഡ് മെറ്റൽ ബോഡി വെച്ചിട്ടാണ് ഇത് മേക്കിങ്. അത് അറൗണ്ട് ഞാൻ പറഞ്ഞില്ല 5 കിലോളം ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. നല്ല ഹെവി വെയിറ്റുള്ള സാധനമാണിത്. സെപ്പറേറ്റ് ഇതിന് തന്നെ പ്രീ ഔട്ടിന് സെപ്പറേറ്റ് സെക്ഷനായിട്ട് വരുന്നതാണ്. ഹൈ എൻഡ് സീരീസ് ആയതുകൊണ്ട് പ്രീ ഔട്ട് സെപ്പറേറ്റ് സെക്ഷനായിട്ട് വേറെ തന്നെ വരുന്നതാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. ഓഡിയോ ക്വാളിറ്റി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ചേർക്കാമെന്ന്. ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ മെനു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഞാൻ ഓൾറെഡി TV കണക്ട് ചെയ്തിരിക്കുകയാണ്. HDMI ത്രൂ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് 3 ഓപ്ഷൻ വരുന്നുണ്ട്. ക്വിക്ക്, കസ്റ്റം, ഇൻസ്റ്റലൈസ് എന്ന 3 ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. ക്വിക്കിലുള്ള ഓപ്ഷൻസാണ് നമ്മൾ അടിയിൽ കണ്ടിരിക്കുന്നത്. മീഡിയ സെലക്ട്, BD ഓഡിയോ മോഡ്. ഈ മീഡിയ സെലക്ട് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് 2 ഓപ്ഷനിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അത് ഒന്ന് SD കാർഡും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കത് ഡിസ്കിലേക്ക് മാറ്റാം. മീൻസ് ഡിസ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിസ്ക് പ്ലേ ആവും. അഥവാ മെമ്മറി കാർഡാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, SD കാർഡാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് SD കാർഡാണ് പ്ലേ ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ HDMI ഔട്ട്പുട്ട് കാര്യങ്ങൾ, BD ഓഡിയോ മോഡിൻ്റെ HDMI മൾട്ടി ആണോ നോർമലാണോ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായി വരുന്നത് ഇതിൻ്റെ കസ്റ്റമാണ്. കസ്റ്റമിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളും, കമ്പോണൻ്റ് ഔട്ട്പുട്ടിൻ്റെതും വീഡിയോ റെസൊല്യൂഷനും കാര്യങ്ങളും എല്ലാം നമ്മളെ HDMI ഔട്ടും DRC സാമ്പിളിങ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പാസ്വേഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് ബ്ലൂറേ ലൈവിൽ. അതുപോലെ തന്നെ അതറിൽ അനലോഗ് ഐക്കൺ, സ്ക്രീൻ സേവർ, ഓട്ടോ പവർ ഓഫ്, നമുക്ക് ടൈം വെച്ചിട്ട് പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ലൈഡ് ഷോ, DVR, DVXR, VOD, പവർ സേവിങ് കാര്യങ്ങൾ ഓപ്ഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ റിമോട്ട് വരുന്നത്. ഈ നിങ്ങൾ സൈഡിൽ ഡിസ്പ്ലേയിൽ കാണുന്നില്ല, അതാണ് ഇതിൻ്റെ ഒറിജിനൽ റിമോട്ട് വരുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളും ഇതിന് HDMI CEC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് ബ്ലൂറേ ഡിസ്ക് നമുക്ക് ബ്ലൂറേ നെറ്റ്വർക്ക് ലൈവിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പം ഓൾറെഡി നോർമലി ഇപ്പം മറ്റേ CD ആണ് സെലക്ട് ചെയ്തുകൊണ്ട് CD-യിലുള്ള സോങ്സ് നമ്മൾ പ്ലേ ചെയ്ത് ഇങ്ങനെയാണ് ഇത് കാണിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. TV-യിലാണ് ഇപ്പം ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. അത് കൂടുതൽ ടൈം വെക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൽ നമുക്കൊരു ഒരു മൂവിയുടെ ഡിസ്ക് ഉണ്ട്, അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ മുന്നേ ഇട്ടിരുന്ന ഓഡിയോ ഡിസ്ക് ആയിരുന്നു. ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഡിസ്ക് ഉണ്ട്, അത് ജസ്റ്റ് ഇട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ലോഡിങ് ആകുന്നുണ്ട്.
Leave me alone, Snake. Who knows what you've spoken to in darkness? But who watches in the night? When all your life seems to shrink, the walls of your bower closing in about you. Ready to travel some miles. So ഡെനോണ് ഞാൻ ടെക്നിക്സ് ആമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. झूठी